ഇപ്പോൾ വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും എവിടെയായാലും നമ്മളൊരു ഐഡന്റിറ്റിയാണ് നമ്മളെ ഒരു പ്രൊഫൈൽ ഫോട്ടോ. ചിലർ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പ്രൊഫൈൽ ഫോട്ടോ കണ്ടിട്ടാണ് ആളെ തിരിച്ചറിയുന്നത്. നമ്മളെ പ്രൊഫൈൽ ഫോട്ടോ ഒന്ന് അടിപൊളിയാക്കി വെച്ചാലോ? ആരും കണ്ടാലൊന്ന് നോക്കുന്ന രീതിയിൽ കറക്റ്റ് സൈസിൽ നല്ല ഡിഫറൻറ്റ് ഷേപ്പിൽ നല്ല അടിപൊളി ബോർഡറൊക്കെ കൊടുത്ത് സൂപ്പറാക്കി വെക്കാം. അതിന് നമുക്ക് ബോർഡർ മേക്കർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിലേക്ക് നമ്മളെ ഫോട്ടോ ആഡ് ചെയ്ത് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഫ്രെയിം ചെയ്തെടുക്കാം. ഒന്ന് നോക്കുക. നമ്മൾ ഈ പ്രൊഫൈൽ ഫോട്ടോ വെക്കാൻ വേണ്ടി നിങ്ങൾ എടുക്കുന്ന ഫോട്ടോ ക്രോപ്പ് ചെയ്യാണ്ട് വെക്കണമെങ്കിൽ ആ ഫോട്ടോ എടുക്കുന്ന ടൈമിൽ 1:1 റേഷ്യോയിൽ എടുത്താൽ മതി കേട്ടോ. അങ്ങനെ അന്നേരം പ്രൊഫൈൽ ഫോട്ടോക്ക് കറക്റ്റ് സൈസിൽ നമുക്ക് ക്രോപ്പ് ചെയ്യാണ്ട് വെക്കാനാവും. ഇപ്പോൾ അതല്ലല്ലോ പ്രശ്നം, ഈ ബോർഡറുകളല്ലേ. ഇപ്പോൾ ഈ ബോർഡർ മേക്കർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇഷ്ടംപോലെ ബോർഡറുകൾ കാണാം. ഇതിലുള്ള ഇഷ്ടമുള്ള ഫ്രെയിം നമുക്ക് ഉപയോഗിക്കാം. ഏത് ഫ്രെയിം വേണമെങ്കിലും ഉപയോഗിക്കാം. ഓരോ കാറ്റഗറിയിൽ ഇഷ്ടംപോലെ ഫ്രെയിമുകളുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഒരു ഫ്രെയിം ഞാനൊന്ന് ആഡ് ചെയ്ത് നോക്കട്ടെ. ഈ ഫ്രെയിം എടുക്കാം. ഫ്രെയിം ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ താഴെ 2 ഓപ്ഷൻ ഉണ്ട്. DP ഫ്രെയിം, സെലക്ട് ഫോട്ടോ. ഈ സെലക്ട് ഫോട്ടോ കൂടെ നമുക്കിഷ്ടമുള്ളൊരു ഫോട്ടോ നമുക്കിന്ന് സെലക്ട് ചെയ്യാം. ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യാം. കുഞ്ഞുമോളെ ഫോട്ടോ ആയിക്കോട്ടെ. ആവശ്യമുള്ള വലുപ്പത്തിൽ സൂം ചെയ്ത് ഫിറ്റ് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ ഈ ഫ്രെയിം ഇവിടുന്ന് മാറ്റിയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ DP ഫ്രെയിം എന്നുള്ളിടത്തുനിന്ന് ഏത് ഫ്രെയിമും നമുക്ക് അവിടുന്ന് സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അതിങ്ങ് എടുക്കാം. ഇഷ്ടംപോലെ സംഗതികളുണ്ട് കണ്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് ഞാനിവിടെ സേവ് ചെയ്യാനേ. ഇവിടെ മേലെ സേവ് ബട്ടണിൽ സേവ് കൊടുക്കാം. അത് സേവ് ആയി കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ഫോട്ടോ വാട്സപ്പിലൊന്ന് പ്രൊഫൈലാക്കി വെച്ച് വെക്കുക. അത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ നോക്കണ്ടേ. വാട്സപ്പ് തുറന്ന് സെറ്റിങ്സ് ഭാഗത്ത് പ്രൊഫൈൽ ഭാഗത്തേക്ക് പോവുക. പ്രൊഫൈൽ ഫോട്ടോ എടുക്കുക. ഗാലറി സെലക്ട് ചെയ്യുക. ആ ഫോട്ടോ ഇവിടെ ഉണ്ട്. നമുക്കതൊന്ന് എടുത്തു വെക്കാം. കണ്ടോ കറക്റ്റ് സൈസിൽ വന്നിക്ക്. ഇനി നമുക്ക് ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ സെറ്റായി. കണ്ടോ ആ പ്രൊഫൈൽ ഫോട്ടോ വന്ന് കണ്ടോ. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിമിൽ ആരും കണ്ടാലൊന്ന് നോക്കിപ്പോകുന്ന രീതിയിൽ നല്ല അടിപൊളി പ്രൊഫൈൽ ഫോട്ടോകൾ വെക്കാം. വാട്സപ്പിൽ മാത്രമല്ല ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഏതിലൊക്കെ നിങ്ങൾ പ്രൊഫൈൽ ഫോട്ടോ വെക്കുന്നോ അതിലൊക്കെ ഇതുപോലെ വെക്കാം. ഈ ഫ്രെയിം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്ക് കൊടുത്തേ കേട്ടോ. ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ ചങ്ങായിമാർക്കും ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തുസ്മ പയ്യൂർ. താങ്ക് യു സോ മച്ച്.